2025 നീറ്റ്, ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന വിദ്യാർത്ഥികളുടെ എല്ലാം ഫസ്റ്റ് പ്രയോറിറ്റിയായി ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ മാറുന്നതിന് പിന്നിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് റിസൾട്ടുകൾ തന്നെയാണ്. നമുക്ക് പരിശോധിക്കാം എൻട്രൻസ് മേഖലയിലൂടെ കേരളമെന്ന കൊച്ചു സംസ്ഥാനത്തിലെ വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ നെറുകയിലെത്തിച്ച ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ആ ചരിത്ര നാളുകളെ. 1984 പാലായിൽ ഒരു ട്യൂഷൻ സെൻ്ററായി പിറവികൊണ്ട ഈ സ്ഥാപനത്തിൽ അന്ന് പഠിക്കാനുണ്ടായിരുന്നത് 5 വിദ്യാർത്ഥികളാണ്. അതിൽ 4 പേർക്ക് എഞ്ചിനീയറിങ്ങിനും ഒരാൾക്ക് MBBSനും പ്രവേശനം ലഭിച്ചു. തുടർന്ന് അങ്ങോട്ട് റിസൾട്ടുകളുടെ ഒരു പെരുമഴ തന്നെ സൃഷ്ടിക്കാൻ പാല ബ്രില്യൻറ്റിനായി. 2000 കാലഘട്ടം ബ്രില്യൻറ്റിനെ സംബന്ധിച്ച് ചരിത്ര നേട്ടങ്ങളുടെ ഒരു തുടക്കം കൂടിയായിരുന്നു. 94 മുതൽ റാങ്കുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിരുന്ന ബ്രില്യൻറ്റിനെ കേരളക്കരയിലെ നിരവധി വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. 2005 കാലഘട്ടം, ആ വർഷം 1ാം റാങ്ക് നേട്ടം ബ്രില്യൻറ്റിലേക്ക് എത്തുന്നു. കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി നിനോയ് ജോബ് കണ്ണമ്പള്ളി അഭിമാനമായി. മെഡിക്കൽ പ്രവേശനത്തിന് രാജ്യത്ത് നീറ്റ് എന്ന ഒറ്റ പരീക്ഷ ആയിരുന്നില്ല മുമ്പ് ഉണ്ടായിരുന്നത്. കേരള മെഡിക്കൽ, ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ, അതുപോലെ എയിംസ്, ജിപ്മർ, AFMC, അങ്ങനെ ഓരോ പരീക്ഷാ രീതികൾ. 15 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2009 കാലഘട്ടം, ആ വർഷം സംസ്ഥാനത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക്, അതോടൊപ്പം എയിംസ് പ്രവേശന പരീക്ഷയിൽ ദേശീയ തലത്തിൽ 1ാം റാങ്ക്. ഇത് രണ്ടും കരസ്ഥമാക്കി ബ്രില്യൻറ്റിലെ ജെയ്ബൻ ജോർജ് എന്ന വിദ്യാർത്ഥി ബ്രില്യൻറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ യശസ് രാജ്യാന്തര തലത്തിലേക്ക് ഉയർത്തി. ഇതിലെ ഹൈലൈറ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ 1ാം റാങ്കുകളുടെ നേട്ടങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കുതിക്കുമ്പോഴും 2010 കാലഘട്ടമാകുമ്പോഴേക്കും ഇന്ത്യയിൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് മേഖലയിൽ രാജ്യത്തെ പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്തിച്ചേരുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. എടുത്തു പറഞ്ഞാൽ പ്രവേശനം നേടുന്ന 80% മലയാളി വിദ്യാർത്ഥികളും പാല ബ്രില്യൻറ്റിൽ നിന്നും. 2011 ദിലീപ് കെ കൈനികര എന്ന ബ്രില്യൻറ്റിലെ മിടുമിടുക്കനായ വിദ്യാർത്ഥി ആ വർഷം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കുന്നു. വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി ഇപ്പോൾ ദിലീപ് കെ കൈനികര ഒരു IAS ഓഫീസറാണ്. ഏറെ അഭിമാനത്തോടെ പറയട്ടെ, ദിലീപ് കെ കൈനികര IAS ബ്രില്യൻറ്റിലെ ഒരു മികച്ച പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ്. അതോടൊപ്പം ഒരാളെ കൂടി ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിയായി എത്തിച്ചേർന്ന അരുൺകുമാർ. അദ്ദേഹവും ഇപ്പോൾ IAS ഓഫീസറാണ്. അരുൺകുമാർ IAS. 2012 ബ്രില്യൻറ്റിലെ ശില്പ M പോൾ കേരള മെഡിക്കലിലും ബിനു ജോർജ് കേരള എഞ്ചിനീയറിംഗിലും 1ാമതെത്തുന്നു. 2013 നീറ്റും കേരള മെഡിക്കൽ എൻട്രൻസും 2 പരീക്ഷകളായിട്ടാണ് നടന്നത്. നീറ്റിന് ലിൻഡ തോമസ് കേരളത്തിൽ 1ാമതെത്തിയപ്പോൾ ഗോകുൽജി നായർ കേരള മെഡിക്കൽ 1ാം റാങ്ക് കരസ്ഥമാക്കി. 2013 കേരള എഞ്ചിനീയറിംഗ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ആൽബിൻ ജോസ് എന്ന ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥിയായിരുന്നു. 2014 ബ്രില്യൻറ്റിലെ ബേസിൽ കോശി സജീവ് കേരള മെഡിക്കൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ആ വർഷം ഋതുൽ P എന്ന വിദ്യാർത്ഥിയാണ് കേരള എഞ്ചിനീയറിംഗ് 1ാം സ്ഥാനവും ബ്രില്യൻറ്റിലേക്ക് എത്തിക്കുന്നത്. 2016 ബ്രില്യൻറ്റിലെ മുഹമ്മദ് മുനാവീർ എന്ന വിദ്യാർത്ഥി കേരള മെഡിക്കലിൽ ചരിത്ര വിജയം നേടുകയുണ്ടായി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 960 960 മാർക്കും കരസ്ഥമാക്കി മുഹമ്മദ് മുനാവീർ ചരിത്രം രചിച്ചു. ആ വർഷം ബ്രില്യൻറ്റിലെ റാം ഗണേഷ് കേരള എഞ്ചിനീയറിംഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ജെഇ അഡ്വാൻസ്ഡിലും റാം ഗണേഷ് ഉന്നത വിജയം നേടി IIT മദ്രാസിലാണ് പ്രവേശനം നേടിയെടുത്തത്. 2017 കേരള മെഡിക്കൽ 1ാം സ്ഥാനം ബ്രില്യൻറ്റിലെ ഡെറിക് ജോസഫ് എന്ന മിടുക്കനായിരുന്നു. 2018 കേരള മെഡിക്കൽ 1ാം സ്ഥാനം ജസ് മരിയ ബെന്നി, കേരള എഞ്ചിനീയറിംഗ് 1ാം സ്ഥാനം
അമൽ മാത്യു എന്നിവരും കരസ്ഥമാക്കി. 2019 ബെർലിനിലെ വിഷ്ണു വിനോദ് കേരള എഞ്ചിനീയറിംഗ് 1ാം സ്ഥാനം. 2020 വരുൺ KS എന്ന വിദ്യാർത്ഥി ബെർലിനിൽ നിന്നും ഏറ്റവും അഭിമാനപൂർവ്വം കേരള എഞ്ചിനീയറിംഗ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. അങ്ങനെ 2020 കാലഘട്ടം. റിസൾട്ടുകളുടെ എണ്ണത്തിൽ താരതമ്യപ്പെടുത്താൻ സാധിക്കാത്തത്ര വർധനവ്. മലയാളികളുടെ എയിംസ്, IIT, NIT എന്ന സ്വപ്നത്തെ നേടിയെടുക്കാൻ ബെർലിൻ ഒപ്പം നിന്നു. ആദ്യ കാലങ്ങളിലൊക്കെ മലയാളി വിദ്യാർത്ഥികൾ വളരെ ആശ്ചര്യത്തോടെ മാത്രം നോക്കി നിന്നിരുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പിൽക്കാലത്ത് നല്ലൊരു ശതമാനം മലയാളി വിദ്യാർത്ഥികൾ എത്തുന്നു. അവർ ഭൂരിഭാഗവും പഠിച്ച ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ബെർലിൻ സ്റ്റഡി സെന്റർ. 2021 കേരള തലത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് കേരള മെഡിക്കൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയത് ബെർലിനിലെ S. ഗൗരിശങ്കറാണ്. ആ വർഷം തന്നെ ഫായിസ് ഹാഷിം കേരള എഞ്ചിനീയറിംഗ് 1ാം സ്ഥാനം കരസ്ഥമാക്കി മിന്നുന്ന നേട്ടത്തിന് അർഹനായി. 2022 നീറ്റിന് മികച്ച വിജയം കരസ്ഥമാക്കി കേരളത്തിൽ ഒന്നാമതെത്തിയത് നന്ദിത P ആയിരുന്നു. 2022 ബെർലിനില് 3000-ത്തിലധികം വിദ്യാർത്ഥികളാണ് MBBS എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. കാറ്റഗറി വിഭാഗത്തിൽ അഖിൽ കൃഷ്ണയും ജെഫ്രി സാം മാമനും കേരള ഫസ്റ്റായി. ബെർലിനിലെ ഷാഹിറ ഹൈറ BM ലക്ഷദ്വീപ് ടോപ്പറായത് ബെർലിനെ സംബന്ധിച്ച് ഇരട്ടി മധുരമായിരുന്നു. ആ വർഷം കേരള മെഡിക്കലിൽ ആദ്യ 10 റാങ്കിനുള്ളിലെ 8 പേരും ബെർലിനിലെ ചുണക്കുട്ടികളായിരുന്നു. അതോടൊപ്പം ആദ്യ 20 റാങ്കിൽ 15 വിദ്യാർത്ഥികൾ, 50 റാങ്കിൽ 40 വിദ്യാർത്ഥികൾ, 100 റാങ്കിൽ 80 പേർ, 500 റാങ്കിൽ 370, ആദ്യ 1000 റാങ്കിൽ 750 പേരും ബെർലിനിൽ നിന്ന് ഇടം പിടിച്ചു. കേരളത്തിൽ നിന്നും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ആദ്യ 1000 റാങ്കിനുള്ളിൽ ഇടം നേടിയ 14 വിദ്യാർത്ഥികളും ബെർലിനിൽ നിന്നുള്ളവരായിരുന്നു. 2022 JEE അഡ്വാൻസ്ഡ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ ചരിത്ര നേട്ടമാണ് ബെർലിനിലേക്ക് എത്തിയത്. ബെർലിനിലെ വിദ്യാർത്ഥിയായിരുന്ന തോമസ് ബിജു ചീരമേലിൽ ദേശീയ തലത്തിൽ 3ാം റാങ്കും സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് അഭിമാനമായി മാറിയത്. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും മികച്ച റാങ്കാണ് തോമസ് ബിജു ബെർലിനിലേക്ക് എത്തിച്ചത്. വിശ്വനാഥ് വിനോദ് ദേശീയ തലത്തിൽ 252ാം റാങ്കും കേരള 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ദേവ് എൽവിസ് കണ്ണത്ത് ഓൾ ഇന്ത്യ 318ാം റാങ്കോടെ കേരളത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. കൂടാതെ കേരളത്തിൽ നിന്നും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ആദ്യ 1000 റാങ്കിനുള്ളിൽ ഇടം നേടിയ 14 കുട്ടികളും ബെർലിനിൽ നിന്നുള്ളവരായിരുന്നു. 2022 JEE മെയിൻ പരീക്ഷയിലും തോമസ് ബിജു ചീരമേലിൽ ഓൾ ഇന്ത്യ റാങ്ക് 17ഉം കേരളത്തിന്റെ 1ാം റാങ്കും കരസ്ഥമാക്കി. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ റാങ്ക് 92ാം റാങ്കും കേരള 2ാം റാങ്കും നേടിയ നീൽ ജോർജ്, ഓൾ ഇന്ത്യ റാങ്ക് 144, കേരള റാങ്ക് 3 നേടിയത് ദേവ് എൽവിസ് കണ്ണത്ത്, ഓൾ ഇന്ത്യ റാങ്ക് 163ഉം കേരള ഫീമെയിൽ റാങ്ക് 1ഉം നേടിയ ആൻ മെരിയും ബെർലിനിന്റെ ചരിത്ര നേട്ടത്തിൽ പങ്കാളികളായി. കേരള എഞ്ചിനീയറിംഗിൽ വിശ്വനാഥ് വിനോദ് 1ാം റാങ്ക് കരസ്ഥമാക്കി. കൂടാതെ ആദ്യ 10ലെ 9 പേരും ബെർലിനിലെ അഭിമാന താരങ്ങളായിരുന്നു. ഇനി കഴിഞ്ഞ വർഷത്തെ, അതായത് 2023 റിസൾട്ടിലേക്ക് വരാം. കേരള മെഡിക്കലിന് 1ാം റാങ്ക് നേടിയത് നമ്മുടെ ആര്യ RS ആണ്. കൂടാതെ 1ഉം 2ഉം റാങ്കുകൾ ഉൾപ്പെടെ ആദ്യ 5ൽ 5ഉം ആദ്യ 10ൽ 9 റാങ്കുകളും ബെർലിനിലെ മിടുക്കരായ വിദ്യാർത്ഥികളാണ് അവകാശികളായത്. അതോടൊപ്പം കേരള മെഡിക്കലിൽ ആദ്യ 20 റാങ്കിൽ 17 റാങ്കുകളും ആദ്യ 100 റാങ്കിൽ 85 റാങ്കുകളും ബെർലിനിലെ വിദ്യാർത്ഥികൾ നേടിയെടുത്തു. 2023 മാത്രം 4000-ത്തിലധികം വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ MBBS പ്രവേശനവും 1500-ലധികം വിദ്യാർത്ഥികൾക്ക് IIT, NIT ഉൾപ്പെടെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ നേടിക്കൊടുക്കുവാനും ബെർലിൻ സ്റ്റഡി സെന്ററിന് സാധിച്ചു. 2023 JEE മെയിൻ പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ
മറ്റൊരു ചരിത്ര നിമിഷത്തിന് ബെർലിൻ സ്റ്റഡി സെന്റർ സാക്ഷിയാവുകയായിരുന്നു. മലയാളികളിൽ ആദ്യമായി 100% സ്കോറോടുകൂടി ജെഇ മെയിൻ പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയത് ബെർലിൻ സ്റ്റഡി സെന്ററിലെ ആഷിഖ് സ്റ്റെനി ആയിരുന്നു. ബെർലിനിലെ തന്നെ അധ്യാപകനായ സ്റ്റെനി ജെയിംസിന്റെ മകനാണ് ആഷിഖ് സ്റ്റെനി. 2023 കേരള എഞ്ചിനീയറിംഗ് 1ാം സ്ഥാനം നേടിയത് ബെർലിനിലെ സഞ്ജയ് പി മല്ലാരാണ്. 2023 മാത്രം 4000-ൽ-അധികം വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലായി MBBS അഡ്മിഷനും 1500-ലധികം വിദ്യാർത്ഥികൾക്ക് IIT, NIT ഉൾപ്പെടെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ നേടിക്കൊടുക്കുവാനും ബെർലിൻ സ്റ്റഡി സെന്ററിന് സാധിച്ചു. 2023 ഐസർ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ദേശീയ തലത്തിൽ 240-ൽ 240 മാർക്കും മേടിച്ചുകൊണ്ട് 1ാം റാങ്ക് എന്ന അഭിമാന നേട്ടം ബെർലിനിലെ വിവേക് മേനോൻ കരസ്ഥമാക്കി. ഇനി ഈ വർഷത്തെ റിസൾട്ടിലേക്ക് വന്നാൽ 2024 ജെഇ മെയിൻ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മലയാളി വിദ്യാർത്ഥികളിൽ 80%-ലധികം വിദ്യാർത്ഥികളും ബെർലിനിലെയാണ്. 99.9% സ്കോറോടെ ദേശീയ തലത്തിൽ 197ാം റാങ്ക് നേടി കേരളത്തിൽ ഒന്നാമതെത്തിയത് ബെർലിനിലെ ഹാഫിസ് റഹ്മാൻ എലിക്കോട്ടിലാണ്. ഇതുകൂടാതെ 15 വിദ്യാർത്ഥികളാണ് 99.9% മുകളിൽ സ്കോറുകൾ കരസ്ഥമാക്കി അഭിമാനമായത്. അതുപോലെ ജെഇ മെയിൻ 2024 100ഓളം വിദ്യാർത്ഥികൾക്കാണ് വിവിധ സബ്ജക്റ്റുകളിൽ 100% സ്കോർ കരസ്ഥമാക്കിയിരിക്കുന്നത്. അതുപോലെ നീറ്റ് 2024 ജൂൺ 14 നീറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളം സാക്ഷിയാവാൻ പോകുന്നത് പാലാ ബെർലിൻ സ്റ്റഡി സെന്ററിന്റെ സമാനതകളില്ലാത്ത വിജയ കുതിപ്പിനായിരിക്കും. വരാൻ പോകുന്ന വലിയ റിസൾട്ടിന്റെ മാറ്റൊലികളാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായി 720-ൽ 720 എന്ന മാർക്കും ബെർലിനിലേക്ക് എത്തുകയാണ്. എയിംസും IITയും മലയാളി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കിട്ടാക്കനിയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കീഴ്വഴക്കത്തിന് മാറ്റം കൊണ്ടുവന്നത് ബെർലിനാണ്. രാജ്യത്തെ ഏത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തിച്ചേർന്നാലും അവിടെ മലയാളി വിദ്യാർത്ഥികളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അതിൽ 90%-വും ബെർലിനിലെ വിദ്യാർത്ഥികളാണ് എന്ന് ഏറ്റവും അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എടുത്തു നോക്കൂ. അവിടെയും ബെർലിനിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കൃത്യമായ ആധിപത്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഒരിക്കൽ കൂടി പറയട്ടെ, റിസൾട്ടാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ബെർലിൻ ആയിരിക്കണം നിങ്ങളുടെ ചോയ്സ്.